വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-26 ഫിസിക്സ് 8ാം ക്ലാസ് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെക്ഷൻ എ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ യൂണിറ്റ്? ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഫോഴ്സ്, മാസ്, ടെമ്പറേച്ചർ. ഏതാണ്? ഫോഴ്സ് ആണ്. ബി ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലാത്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ യൂണിറ്റ് റിട്ടൺ കറക്റ്റ്ലി. കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് എഴുതിയിരിക്കുന്നത് 3.5 kg. ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല അല്ലേ? രണ്ടും ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. അതുപോലെ 2 kg 250 gram ജി. നെക്സ്റ്റ് 25 മീറ്റർ. ഇത് രണ്ടും റോങ് ആണ്. 25 മീറ്റർ എഴുതിയിരിക്കുന്നത് റോങ് ആണ്. പിന്നെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, 5 kilogram per meter cube. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് ദാറ്റ് ഷോസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾ ഈസ്. ഏതാണ് വെഹിക്കിളിൽ ഉപയോഗിക്കുന്നത്? ഡിസ്റ്റൻസ് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഓഡോമീറ്റർ. എന്താണ്? ഓഡോമീറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ. ഓഡ് വൺ ആയിട്ടുള്ളത് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. പുഷിങ് എ ടേബിൾ, കിക്കിങ് എ ബോൾ, മാഗ്നറ്റ് അട്രാക്ട് അയൺ, ഹാമറിങ് എ നെയിൽ. ഏതാണ്? സി ആണ്, മാഗ്നറ്റ് അട്രാക്ട് അയൺ. സെക്ഷൻ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ഡു യു മെഷർ ദ തിക്നെസ് ഓഫ് എ ത്രെഡ്. ഒരു ത്രെഡിൻ്റെ തിക്നെസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്ക് റാപ്പ് ദ ത്രെഡ് അറൗണ്ട് ദ റൂളർ 10 times or 20 times. നമ്മൾ റൂളർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ ഈ ത്രെഡ്, ഈ നൂല് ഇങ്ങനെ 10 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം എന്ത് ചെയ്യണം? റാപ്പ് ചെയ്യണം, ചുറ്റണം. ദ റാപ്പ് ഷുഡ് ബി ക്ലോസ് ടുഗദർ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. അത് ഓവർലാപ്പ് ആവാതെ, പരസ്പരം ഇത് ചെയ്യാതെ, ഓവർലാപ്പ് ആവാതെ വേണം അത് എന്ത് ചെയ്യാൻ, നമ്മൾ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാൻ. മെഷർ ദ ലെങ്ത് ഓഫ് ദ കവർ. അതിന് ശേഷം അതിൻ്റെ മെഷർ, ആ ഭാഗം തൊട്ട് അതിൻ്റെ അൻഡ് വരെയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്ററിനകത്തേക്ക് മെഷർ തിക്നെസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെങ്ത്ത് അല്ലേ, ആ നമ്മൾ എവിടെ ഒരു റാപ്പ് ചെയ്ത് അത്രയും ഭാഗത്തിൻ്റെ ആ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റാപ്പ്. എത്ര റാപ്പ്? 10 പ്രാവശ്യം റാപ്പ് ചെയ്തിട്ടുള്ളതാണ് നോക്കണമെങ്കിൽ നമ്പർ ഓഫ് റാപ്പ് ഇടുക. അതായത് അത് 10 ആണെങ്കിൽ 10 ഇടുക, 20 ആണെങ്കിൽ 20 ഇടുക. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്ത് നോക്കുക, പിന്നെ എത്ര പ്രാവശ്യം റാപ്പ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ റൂളർ വെച്ചിട്ട് നമുക്ക് ത്രെഡിൻ്റെ തിക്നെസ് അളക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ഗീവ് ആൻ എക്സാമ്പിൾ. എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫണ്ടമെന്റൽ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ? അതിന് എക്സാമ്പിളാണ് വോളിയം, ഏരിയ, ഡെൻസിറ്റി, ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 6th ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ഇൻ ടു ഇറ്റ്സ് SI യൂണിറ്റ്സ്. എന്താണ്? താഴെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 250 ml ഉണ്ട്, 50 gram ഉണ്ട്, 2 hours ഉണ്ട്, 5 kilometer ഉണ്ട്. ഇതിനെ നമ്മൾ SI യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കൂ. ആദ്യം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് 250 ml ആണ് അല്ലേ? അവനെ കൺവേർട്ട് ചെയ്യുന്നത് 250 ഡിവൈഡ് ബൈ 10 lakh അല്ലേ? ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ ക്യൂബിലേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? രണ്ടാമത് തന്നിരിക്കുന്നത് 50 gram ആണ്. ഗ്രാമിൻ്റെ SI യൂണിറ്റ് നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റണം. 50/1000. അപ്പോൾ കിട്ടി. ഇനി ടൈമാണ് തന്നിരിക്കുന്നത്, അടുത്ത് അവേഴ്സാണ് തന്നിരിക്കുന്നത്, മണിക്കൂറാണ് തന്നിരിക്കുന്നത്. നമ്മളതിനെ ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ 2 × 16 × 60 ചെയ്യാം, അത്രയും സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തത് തന്നിരിക്കുന്നത്
ലാസ്റ്റ് തന്നിരിക്കുന്നത് കിലോമീറ്റർ ആണ്. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 5 × 1000 ചെയ്യുക. 1000 വെച്ചിട്ട് 5 കിലോമീറ്റർ എന്നാണ് 5 × 1000 ചെയ്യുക. അപ്പോൾ അത്രയും മീറ്ററിന് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് താഴെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സിന് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മില്ലി ലിറ്ററിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു. അടുത്തത് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക്, ഹവറിനെ സെക്കൻഡിലേക്ക്, ലാസ്റ്റ് കിലോമീറ്ററിനെ മീറ്ററിലേക്ക്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം. ഡയഗ്രാം നോക്കിയിട്ട് നോക്കാം എന്താണ് ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എ സ്റ്റോൺ ഇസ് ഡിപ്ഡ് ഇൻ ടു 500 ml വാട്ടർ ഇൻ എ മെഷറിംഗ് ജാർ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു കല്ലിനെ നമ്മൾ 500 ml വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്തിട്ടു. ഒരെണ്ണത്തിൽ ഡിപ്പ് ചെയ്തിട്ടില്ല, ഒരെണ്ണത്തിൽ ഡിപ്പ് ചെയ്തിട്ടിരിക്കുന്നു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സ്റ്റോൺ? സ്റ്റോണിൻ്റെ വോളിയം എത്രയാണ്? കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ. അപ്പോൾ രണ്ടെണ്ണമാണ് കാണാൻ പറഞ്ഞിരിക്കണേ. ഒന്ന് വോളിയവും ഒന്ന് സ്റ്റോണിൻ്റെ ഡെൻസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോളിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മൊത്തം എത്രയാണ് വാട്ടർ ഉള്ളത്? 500 ml വാട്ടറാണുള്ളത്. 500 ml വാട്ടറാണ്. 500 ml നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ മൊത്തം 500 ml ആണുള്ളത്. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 520 ആയിട്ട് മാറി അല്ലേ? കല്ല് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 520 ആയിട്ട് മാറി. അപ്പോൾ മൊത്തം ഉള്ളത് 500 ആണ്. അപ്പോൾ വെള്ളം പൊങ്ങി അല്ലേ? 520 ml ആണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 520 500 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ആക്ച്വലി ഉള്ള വാട്ടർ എന്ന് പറയുന്നത് 500 ml ആണ്. കല്ല് ഡിപ്പ് കഴിഞ്ഞപ്പോൾ 520 ആയിട്ട് മാറി. 520 500 ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം നമുക്ക് കിട്ടും 20 ml. ഇനി ഡെൻസിറ്റി കാണാൻ. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. കല്ലിൻ്റെ മാസ് 50 gram ആണ്. വോളിയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 20 ml ആണെന്ന് കിട്ടി. അപ്പോൾ 50/20 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.5 gram എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. എ ബോയ് ട്രാവൽ ഫ്രം A to B ഇൻ 1 minute. എ മുതൽ ബി വരെ ഒരു കുട്ടി 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. എ മുതൽ ബി വരെ സഞ്ചരിച്ചു 1 മിനിറ്റ് കൊണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോയ്? ആ ബോയുടെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആ കുട്ടി എത്രയാണ് ദൂരം സഞ്ചരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. എ മുതൽ ബി വരെ മൊത്തം 120 മീറ്ററാണ് സഞ്ചരിച്ചിരിക്കുന്നത് 1 മിനിറ്റും കൊണ്ടാണ്. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 1 മിനിറ്റ് 60 സെക്കൻഡ്. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം മിനിറ്റിനെ. അപ്പോൾ 120/60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2 meter/second എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് ഹിസ് മോഷൻ യൂണിഫോം ഓർ നോൺ യൂണിഫോം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് യൂണിഫോം മോഷനാണോ നോൺ യൂണിഫോം മോഷനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോൺ യൂണിഫോം മോഷനാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ആദ്യം 20 സെക്കൻഡ് ഉള്ളപ്പോൾ 30 മീറ്റർ ദൂരം സഞ്ചരിച്ചിരുന്നു. പിന്നെ കുട്ടി 40 സെക്കൻഡ് ആയപ്പോൾ, അതായത് ഇവിടെ തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് 20 സെക്കൻഡ് വീതമാണുള്ളത് അല്ലേ? 20 സെക്കൻഡ് ഗ്യാപ്പേ ഉള്ളൂ ടൈമിന് അല്ലേ? അപ്പോൾ 20 സെക്കൻഡിൽ വീണ്ടും ആദ്യം ആ കുട്ടി 20 സെക്കൻഡ് സഞ്ചരിച്ചത്, രണ്ടാമത് 20 സെക്കൻഡ് തന്നെ സഞ്ചരിച്ചത്. പക്ഷെ രണ്ടാമത് ആ കുട്ടി സഞ്ചരിച്ചിരിക്കുന്ന ദൂരം 80 എന്ന് പറയുന്നതാണ്. അതായത് 40 മീറ്റർ കൂടുതൽ കുട്ടി സഞ്ചരിച്ചു അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല 50. 8th ക്വസ്റ്റ്യൻ. എ ബോയ് ട്രാവൽ ഫ്രം A to B ഇൻ 1 minute. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോയ്? ഒരു കുട്ടി A മുതൽ B വരെ ട്രാവൽ ചെയ്തിരിക്കുന്നതാണ് 1 മിനിറ്റും കൊണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോയ്? ബോയുടെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A മുതൽ ഈ കുട്ടി B വരെ മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 120 മീറ്ററാണ്. 120 മീറ്ററാണ്. 1 മിനിറ്റാണ്. അപ്പോൾ മിനിറ്റിന് നമ്മൾ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 1 മിനിറ്റിന് സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ 120/60 എന്ന് കിട്ടും. അപ്പോൾ 2 meter/second. സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്,
ഈസ് ഹിസ് മോഷൻ യൂണിഫോം ഓർ നോൺ യൂണിഫോം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ കുട്ടി എ മുതൽ ബി വരെ സഞ്ചരിച്ചത് 20 സെക്കൻഡും കൊണ്ടാണ്. 30 മീറ്ററാണ് ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. വീണ്ടും 20 മുതൽ 40 വരെ, അപ്പോഴും 20 സെക്കൻഡ് ടൈമാണ് എടുത്തിട്ടുള്ളൂ. പക്ഷേ കുട്ടി സഞ്ചരിച്ചിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 80 മീറ്ററാണ്. അതായത് 50 മീറ്ററോളം കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട് ആദ്യത്തിൽ നിന്നും. അപ്പോൾ 50 മീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താണ്? അതിനുശേഷം വീണ്ടും 120, അപ്പോൾ വീണ്ടും കൂടി. ടൈം ഇൻ്റർവെൽ സെയിം ആണ്, 20 സെക്കൻഡ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ദൂരം വീണ്ടും കൂടി. അപ്പോൾ അത്രയും കൂടുതൽ ദൂരം കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂണിഫോം അല്ല, എല്ലായിടത്തും ഒരേപോലെ അല്ല, ഒരേ ഇൻ്റർവെല്ലല്ല പോയിരിക്കുന്നത്. അപ്പോൾ ഇത് നോൺ യൂണിഫോം മോഷനാണ്. നോൺ യൂണിഫോം മോഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാം? ഇത് നോൺ യൂണിഫോം സ്പീഡാണ്. കാരണം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എവറി 20 സെക്കൻഡ് ഈസ് ഡിഫറെൻറ്റ്. ഓരോ 20 സെക്കൻഡിലും കുട്ടി ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. റൈറ്റ് എനി 3 റൂൾസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് ദ യൂണിറ്റ്സ് എഴുതാനുള്ള 3 റൂൾസ് എഴുതാനാണ് പറഞ്ഞത്. ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓരോന്നിനും എക്സാമ്പിൾസും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, യൂസ് ലോവർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ലോവർ കേസ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ, ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ സിമ്പിൾ. നമ്പറും സിമ്പിളും തമ്മിൽ സ്പേസ് ഉണ്ടാവുക. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. യൂണിറ്റും നെയിമും സിമ്പിളും തമ്മിൽ മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് യൂണിറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് സിമ്പിൾ. ഇത്രയും റൂൾസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് യൂണിറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസുകളാണ് താഴെ പറഞ്ഞത്. ഇനി 11th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വെയർ വി മേക്ക് യൂസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്ന 3 ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? 1, സ്ട്രൈക്കിംഗ് എ മാസ്റ്റിക്, നമ്മൾ തീപ്പെട്ടി ഉരയ്ക്കുന്നത്. പിന്നെ ലൈറ്റിങ് ലൈറ്റർ, ടു ഹോൾഡ് ഒബ്ജക്ട്സ്, ഫോർ വാക്കിംഗ്, റണ്ണിങ്. ഇതൊക്കെ ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. നെക്സ്റ്റ്, റൈറ്റ് 3 മെഷേഴ്സ് ടു മിനിമൈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് എന്തൊക്കെയാണ്? 1, പോളിഷിങ് ദ സർഫസിൻ്റെ സർഫസ് പോളിഷ് ചെയ്യാം. 2, ലൂബ്രിക്കേഷൻ. 3, യൂസിങ് ബിയറിങ്സ്. 4, സ്ട്രീം ലൈനിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ്. പോളിഷിങ് ദ സർഫസ്, ലൂബ്രിക്കേഷൻ, യൂസിങ് ബിയറിങ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.